സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ചവറ പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള നാടകസന്ധ്യയുടെ ഭാഗമായാണ് സാംസ്കാരിക സദസ്സ് നടത്തിയത്. ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ 73ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാടകസന്ധ്യ എന്ന പേരിൽ പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സാംസ്കാരിക സദസ്സ് നടത്തിയത്. സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു. ഗുരുദേവ ദർശനങ്ങളിലൂടെ അരുൾ, അൻപ്, അനുകമ്പ എന്ന വിഷയത്തിലായിരുന്നു സാംസ്കാരിക സദസ്സ്. അത് ശാസ്ത്രീയമാണ്, അത് ശരിയായി. അപ്പം അതിനെക്കുറിച്ചെല്ലാം ശാസ്ത്രീയമായും അത് സാമൂഹ്യ ബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് തരത്തിൽ മനുഷ്യന് പഠിക്കാം. ഒന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ തൻ്റെ ബുദ്ധിക്കും ഹൃദയത്തിനും അകത്ത് ചേർത്ത് ഒരടുപ്പ് കൂട്ടി അതിൽ ഈ വിഭവങ്ങളെല്ലാം വെച്ച് എരിച്ച് ചുറ്റുപാടുമുള്ള മനുഷ്യർക്കെല്ലാം വിളമ്പാൻ ഒരു വിഭവം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന അപൂർവം പേരേ ലോകത്തുള്ളൂ. അവരെയാണ് നമ്മൾ അനശ്വരരെന്നും ചരിത്രപുരുഷന്മാരെന്നും പ്രവാചകരെന്നും ഒക്കെ വിളിക്കുന്നത്. വനിതാവേദി പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ശാലിനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ സുനിത, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, എഴുത്തുകാരൻ നിതീഷ് മാലുമേൽ, പഞ്ചായത്ത് അംഗം ജെ അനിൽ, സംഘാടക സമിതി വൈസ് ചെയർമാൻ ശശിധരൻ നായർ, സംഘാടക സമിതി ചെയർമാൻ അരവിന്ദൻ, വനിതാദേവി അംഗം സീന അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.